ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നേരിട്ടോ പരോക്ഷമായോ ഒരു ബന്ധവുമില്ലാത്തവർ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്നതും ജയ് വിളിക്കുന്നതും കണ്ടിട്ടാണ്. ദയവായി ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഒരു പക്ഷത്തെയും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല, മറിച്ച് ഈ യുദ്ധം ഒരു ശരാശരി മലയാളിയെ എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് സൗദി, കുവൈറ്റ്, ഖത്തർ, UAE, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നത്. ഏതുതരം സംഘർഷവും നേരിട്ട് ഇവരുടെയൊക്കെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. കുവൈറ്റ് ഇറാഖ് യുദ്ധം ഓർമ്മയുണ്ടാവും. ലക്ഷക്കണക്കിന് പേരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം. ബിസിനസ്സിനും മറ്റാവശ്യങ്ങൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ചരക്ക് നീക്കം നിൽക്കും. സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ടാവും. പെട്രോൾ വില റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകും. ഇപ്പോൾ തന്നെ ഓഹരി വിപണി തകർന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു കഴിഞ്ഞു. സ്വർണ്ണവില കുത്തനെ ഉയർന്നു. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെ വില കുതിച്ച് കയറുന്നു. അമേരിക്കയിലും UK-യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരെയും ഇത് ബാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ ഇസ്രായേലിലെയോ ഇറാനിലെയോ ജനങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പക്ഷം ചേർന്ന് പോരടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അവർക്കിതൊരു വിഷയമേ അല്ലായിരുന്നു. ഒരു ജോലിയുമില്ലാതെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ നമ്മുടെ നാട്ടിലെ കുറച്ചു പേർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഒഴികെ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഓരോ പ്രവാസിയുടെയും അവനെ ആശ്രയിച്ച് കഴിയുന്നവരുടെയും നെഞ്ചിൽ തീ കോരിയിടുന്നതാണ്. ഒന്നോർക്കുക, നിങ്ങൾ എത്രയൊക്കെ ഇവിടെ ഇരുന്ന് വാദിച്ചാലും പോർ വിളിച്ചാലും, ഏത് മതക്കാരനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഇന്ത്യക്കാരൻ എന്ന് മാത്രമാണ് നിന്റെ ഐഡന്റിറ്റി എന്നറിയുക. പൗരത്വം മാറിയാൽ പോലും ഇന്ത്യൻ വംശജൻ എന്നേ അറിയപ്പെടൂ. സോഷ്യൽ മീഡിയയിലെയും പൊതുസമൂഹത്തിലെയും നമ്മുടെ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാകട്ടെ. ഈ വീഡിയോ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.